പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ ഇന്നൊരു യാത്ര വിവരണമാണ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ. അപ്പോൾ യാത്ര വിവരണം എപ്പിസോഡ് ഫസ്റ്റ് ആണ് കേട്ടോ. 3 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ദിവസം പോകുന്നു, 3-ാം ദിവസം തിരിച്ചെത്തുന്നു. അപ്പോൾ അങ്ങനെ 3 ദിവസത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ച്, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു വലിയ വീഡിയോ ആയി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 എപ്പിസോഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് എപ്പിസോഡിലോട്ട് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് പോകുന്ന ദിവസം ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കാണ് പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചെന്നാൽ ഞാനുണ്ട്, പിന്നെ അനിയന്മാർ 2 പേരുമുണ്ട്, അനിയത്തിമാർ 2 പേരുമുണ്ട്, പിന്നെ നമ്മുടെ ആവണിയാണുള്ളത്. അപ്പോൾ ഇത്രയും പേര് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യാത്ര അയക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ചേട്ടനൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ ശ്രീഹരിയുണ്ട്, ആലിമോനുണ്ട്. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കുത്തിനിരിച്ച് ഒരു കാറിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ബൈക്കിലും കൂടെ പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടൊക്കെയുള്ള സമയമാണ്. 3 മണി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ 3:30 ട്രെയിൻ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വലിയ ലേറ്റൊന്നും അല്ലാണ്ടൊക്കെ തന്നെ ട്രെയിൻ എത്തി. അതായത് ഒരു 3:40 കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുട്ടി സൈഡ് സീറ്റൊക്കെ നേരത്തെ തന്നെ കയറിയപ്പോഴേ പറഞ്ഞ സൈഡ് സീറ്റിലേ ഇരിക്കുകയുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി സൈഡ് സീറ്റിലിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ യാത്ര തുടർന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി സൈഡ് സീറ്റിലൊക്കെ എഴുന്നേറ്റു. അവിടെ ഇവിടെയൊക്കെ ഞങ്ങളുടെ ഇടയ്ക്കൊക്കെ വന്നിരിക്കാനൊക്കെ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ രസകരമായിട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയം കുഞ്ഞുട്ടി ഇങ്ങനെ മൊബൈലിലൊക്കെ നോക്കി ഏതാണ്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങി നമ്മൾ ആ നെടുമ്പാശ്ശേരി എയർപോർട്ട്, അപ്പോൾ അവിടെ എത്തി. അതിൻ്റെ ഫിനിഷിങ് ആയ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. പ്ലെയിനൊക്കെ അവിടെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വീഡിയോയിൽ എടുക്കണതിന് മുമ്പ് തന്നെ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയാം. പിന്നെ രസകരമായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഒരുപാടൊന്നും എടുക്കാൻ പോയില്ല കേട്ടോ. കാരണം മൊബൈൽ അങ്ങോട്ട് വീഡിയോസൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹാങ്ങായി പോകും. അപ്പോൾ നല്ല രസമില്ലേ കാണാനായിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്കിൻ്റെ വശങ്ങളൊക്കെ. അത് അങ്ങനെ ചാലക്കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ നാടായിട്ടുള്ള ഇരിങ്ങാലക്കുടയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇരിങ്ങാലക്കുട ചാലക്കുടി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഈ 2 മഹാനടന്മാരെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ വരുമല്ലോ. അങ്ങനെ ഇന്നസെൻറ്റിൻ്റെ നാട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ട്രെയിനൊന്നിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എന്തോ പാസിങ് എന്തോ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ അങ്ങോട്ട് ട്രെയിൻ എടുത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ തൃശ്ശൂർ ഏരിയയിലൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളൊക്കെയാണല്ലോ നമ്മൾ കാണുക. പിന്നെ എനിക്ക് സൈഡ് സീറ്റിലോട്ട് കിട്ടി. കുഞ്ഞുട്ടി തട്ടും പുറത്ത് കയറി കിടന്നു അവൾ. അങ്ങനെ ഇതാ നോക്ക്, ഒരുപാട് കൃഷിൻ്റെ ഇടങ്ങളൊക്കെ. അപ്പോൾ ഒരു യാത്രാ വിവരണം തയ്യാറാക്കാൻ പറ്റിയ പോലെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ MD വാസുദേവൻ നായർ യാത്രാ വിവരണം തയ്യാറാക്കിയതുപോലെ, അല്ലെങ്കിൽ SK പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള വാചകങ്ങളൊക്കെ ചേർത്തിട്ട് എഴുതാനൊക്കെ പറ്റിയിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് അനിയത്തിമാർ 2 പേരും ഉറങ്ങി, അനിയന്മാരും 2 പേരും ഉറങ്ങി. കുഞ്ഞുട്ടി മേളിൽ കിടന്നുകൊണ്ട് ഉറങ്ങുന്നുണ്ട്. ഞാൻ മാത്രം ഇങ്ങനെ കണ്ണും നട്ടങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. വാഴത്തോട്ടവും കവുങ്ങും തോട്ടങ്ങൾ, അതുപോലെ തന്നെ ജാതി മരങ്ങൾ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല കണ്ണിന് ഹൃദ്യമായിട്ടുള്ള കാഴ്ചകളൊക്കെ. പിന്നെ അതുതന്നെയല്ല, അനിയന്മാരുടെ ഇടകൂട്ടത്തിൽ കിടന്ന അനിയത്തിമാർ അവിടെ മടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞു ഞാനിങ്ങനെ ഒറ്റയ്ക്കിരിക്കണം, ഞാൻ ആരുടെ മടി കിടന്നുറങ്ങാനാന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടൻ പോന്നിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ കിടന്നുറങ്ങിയേനെ എന്നൊക്കെ അവരോട് നമ്പരൊക്കെ ഇട്ടൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ അതാ നോക്കിക്കേ, ആ സമയത്ത് ട്രെയിനിൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണ ടൈമായിരുന്നു കേട്ടോ. പാസിങ് ഉള്ള സമയത്താണ് ഒരു കച്ചവടക്കാരൻ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു കൊച്ചു പയ്യനെ. അപ്പോൾ അവൻ അതും കൊണ്ട് വന്നപ്പോഴത്തേക്ക് നമുക്ക് കീ ചെയിനൊക്കെ ഉണ്ട് എങ്കിൽ കൂടെ ആ കുട്ടിയെ കണ്ട് അതിനോടുള്ളൊരു
അതിനോടുള്ളൊരു സിമ്പതി വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് സാധനമൊക്കെ എടുക്കുകയാണ് കേട്ടോ. കീ ചെയിനൊക്കെയാണ് കൂടുതൽ, പിന്നെ ചെറിയ ചെറിയ ടോയ്സ് പോലെയുള്ളത്, പിന്നെ കയ്യിലിടുന്ന ബ്രേസ്ലെറ്റ് പോലെയുള്ള സാധനം അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. അപ്പം അതേത് എടുക്കണമെന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ്. അപ്പം അങ്ങനെ അനിയന്മാർ രണ്ടുപേരും ഒരു കീ ചെയിനും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഏത് വേണമെന്നൊക്കെ ഇങ്ങനെ നോക്കുവാണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമൊക്കെ ആയിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ കിടക്കുന്നത്. അപ്പം അങ്ങനെ ടോയ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിന് പറ്റുന്ന ടോയ്സ് ഒന്നും അല്ലല്ലോ, കുഞ്ഞും ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ നമ്മൾ നോക്കിക്കേ, രാത്രിയുള്ള കാഴ്ചയാണ് കേട്ടോ. അതും ഒരു ലേശം നമ്മുടെ വീഡിയോയിൽ പകർത്തി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ കൊണ്ടുപോയി, സ്നാക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ അത് അവസാനം നമ്മൾ ഒരു 9:30 ആയപ്പോഴത്തേക്ക് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് ഇത്തിരി വീഡിയോ എടുത്തോളൂ, ഇനി ബാക്കി നമുക്ക് പുറത്ത് നിന്ന് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കോയമ്പത്തൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി ടാക്സി വിളിച്ച് നമ്മളൊരു 10 മണിയോട് കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ എവിടെയാണ് പോയെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ തുടക്കത്തിൽ തന്നെ. അപ്പം അനിയത്തിയുടെ ചിറ്റപ്പൻ്റെ വീട്ടിലോട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കവിതയുടെ ചിറ്റപ്പൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പം രാത്രി 10 മണിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ കോയമ്പത്തൂർ അവളുടെ ചിറ്റപ്പനാണെങ്കിലും അവൾ വിളിക്കുന്ന അപ്പാപ്പൻ അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത് രണ്ടുപേരെ. അതുകൊണ്ട് നമ്മളും വിളിക്കുന്നത് അപ്പാപ്പനും അമ്മാമ്മ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അങ്ങനെ അവിടെ കിടന്നുറങ്ങി. രാവിലെ ആയപ്പോഴത്തേക്ക് ഇത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു വലിയ മല കാണാം കേട്ടോ. കുറേ അകലെയാണ്. അപ്പം ജനലിൻ്റെ ഇടയിൽ കൂടെ ആ മലയൊന്ന് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയതാണ്. പിന്നെ വീടുകളൊക്കെ ഇങ്ങനെ അടുത്തടുത്തുള്ള വീടുകളാണ് കേട്ടോ. കൂടുതലും അടുത്തടുത്ത് തന്നെയായിട്ടുള്ള വീടുകളാണ് കൂടുതലായിട്ടും കാണുക. ചില വീടൊക്കെ അങ്ങനെയല്ല, കുറേ അകൽച്ചയിലുള്ള വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എടുത്ത ദൃശ്യങ്ങളൊക്കെയാണ് ഞാൻ പകർത്തിയത്. പിന്നെ ഞാൻ വെളുപ്പിനെ എന്ന് വെച്ചാൽ ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞാനും അമ്മാമ്മയും കൂടെ കടയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് വാങ്ങാനായിട്ട് പോവുകയാണ് ഞങ്ങൾ രണ്ടാളും കൂടെ. പച്ചമുളകും പിന്നെ ബജ്ജി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബജ്ജിയുടെ മാവും കൂടെയൊക്കെ വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പം അമ്മാമ്മയും ഞാനും കൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അമ്മാമ്മയെ അപ്പാപ്പനെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കേ, അവിടെയുള്ള വീടുകളും മിക്ക വീടിനും ഗേറ്റിൻ്റെ വാതിക്കൽ ഇങ്ങനൊരു സ്ലോപ്പ് പോലെയുള്ള ഭാഗമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ചാണകം കഴുകി ഇടാറുണ്ട് രാവിലെ. എന്നിട്ട് അവർ കോലവും വരച്ചിടുന്നുണ്ട്. അപ്പോൾ ആ കോലമൊക്കെ വരയ്ക്കണേന് മുമ്പായിട്ട് തന്നെ നമ്മൾ അതിലേക്കൂടെ പാസ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പോഴൊക്കെ അമ്മാമ്മ പറയുന്നത് ആ വാഴത്തോട്ടം എടുക്ക്, ആ ചെടിയുടെ വീഡിയോ എടുക്ക്, അങ്ങനെയൊക്കെ പറയുവേ. അപ്പോൾ ഞാനിങ്ങനെ ആ വാഴത്തോട്ടമൊന്നും എനിക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അമ്മാമ്മ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ അത് ഇവിടെ ഈ ഏരിയയിലായിട്ടാണ് കട. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മാമ്മ കടയിലേക്ക് സാധനം വാങ്ങാനായിട്ട് കയറിയൊരു ചെറിയ കടയാണ് കേട്ടോ. നമ്മൾ ഈ കുടിലുകളിലൊക്കെ നടത്തുന്ന പോലെയുള്ള ചെറിയ കട അല്ല, വലിയ ടൗണിലുള്ള കടയൊന്നും അല്ല. ഇതാണ്. അപ്പം നമ്മുടെ ചേർത്തല നാട്ടിലും ഇതുപോലെയുള്ള കടകളൊക്കെ വീടുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ ഉണ്ട്. അതുപോലൊരു കടയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ചെന്ന് പെട്ടെന്നൊക്കെ ഇതുപോലെയൊക്കെ വാങ്ങാൻ പറ്റുമല്ലോ, അതുപോലെ. ആ കടയുടെ ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ ഇങ്ങനെ പശുക്കളെയൊക്കെ വളർത്തുന്ന ഒരു വീടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ പശുക്കളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഓർത്ത്, ഇതൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ വെട്ടാനൊക്കെ കശാപ്പ് ശാലയിൽ കൊണ്ടുവന്ന പശുക്കളില്ലേ, അതുപോലെ ഇങ്ങനെ മെല്ലിഞ്ഞിരിക്കണേ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വല്ല വിൽക്കാനുമുള്ള പശുക്കളായിരിക്കും ഇതെന്ന്. അതുപോലെ തന്നെ കുറേ കോഴിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ ആ കോഴിയൊക്കെ ഇതുപോലെ ശോഷിച്ചൊക്കെ ഇരിക്കണ കോഴിയൊക്കെയാണ്. അപ്പം തിരിച്ചു പണമടിക്കാൻ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ ആ പശുക്കളൊക്കെ ഇങ്ങനെ കശാപ്പ് കൊടുക്കാൻ നിർത്തിയിരിക്കണ പശുക്കളാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അമ്മമ്മ പറയണത്, ഇല്ല, അത് അവർ വളർത്തുന്നതാണ്, ഇതിൽ നിന്നും കറന്നിങ്ങനെ പാലൊക്കെ കച്ചവടം ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പശുക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ദയനീയ അവസ്ഥ തോന്നിപ്പോണ പശുക്കളൊക്കെ. പിന്നെ ആ ഏരിയയിൽ ഇങ്ങനെ വൈക്കോലൊക്കെ കൂട്ടി വെച്ചിരിക്കണു. അവിടെ ഒരു അപ്പാപ്പൻ നിന്നിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, ഈ പശുക്കളെ വളർത്തുന്ന ഏരിയകളൊക്കെ. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ കടയിൽ ഇങ്ങനെ വന്നും പോയി ഓരോരുത്തർ. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കസ്റ്റമർ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്മാമ്മ വാങ്ങിച്ചു. അതിന് ശേഷം പിന്നെ അടുത്ത ആൾ നോക്കിക്കും. ഇവിടെ ഇഷ്ടംപോലെ മുരിങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും നിറയെ മുരിങ്ങയൊക്കെയാണ് കാണുന്നത്. മെയിനായിട്ട് എല്ലാ മുരിങ്ങ മരത്തിലും നിറച്ച് മുരിങ്ങക്ക. എന്ന് ഞാൻ പറഞ്ഞ പോലെ കണ്ടോ, ഗേറ്റിൻ്റെ വാതിക്ക് ഇങ്ങനെ ചാണകമൊക്കെ മെഴുകി
കഴുകിയിട്ടിട്ട് അവിടെ ഇങ്ങനെ കോലമൊക്കെ മിക്ക വീട്ടിലും വാരിക്കലുണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ അമ്മാമ്മയുടെ അപ്പാപ്പൻ്റെയും വീട്. അങ്ങനെ ഞാൻ വന്നതിന് ശേഷം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഈ പൂവാങ്കുറുന്നിലെന്ന് പറയത്തില്ലേ, പൂവാങ്കുറുന്നിൽ നമ്മുടെ നാട്ടിലൊക്കെ നീലയാണുള്ളത്. ഇവിടെ ദേ നോക്കിയേ, വൈറ്റ് കളറിലെ പൂവാങ്കുറുന്നിൽ നിറയെ നിൽക്കുന്നേ. നമ്മുടെ ഏരിയയിൽ ഈ കളർ ഉണ്ടാകാറില്ല. അപ്പം അങ്ങനെ ഞാൻ കൂടുതലും ഈ സസ്യങ്ങളെയൊക്കെ തമ്മിലും സസ്യജന്തുജാലങ്ങളെയൊക്കെ നമ്മുടെ നാട്ടിലുള്ളതുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചാണ് എൻ്റെ ഈ വീഡിയോ എടുപ്പാണെങ്കിലും ഓരോ ചെടികളിങ്ങനെ നിരീക്ഷിച്ചാണ്. എനിക്ക് എവിടെ ചെന്നാൽ ചെടികൾ നോട്ടമുള്ളതാണ്. പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ഒന്ന് നിരീക്ഷണം പാടവം എന്നിലുള്ളതാണ്. അപ്പോൾ അതാ നോക്കിക്കേ, ഇവിടെ എരിക്ക് നിൽക്കുന്നു. നീല എരിക്കാണ് ഈ നാട്ടിൽ കൂടുതലായിട്ട്. ഇഷ്ടംപോലെ സ്ഥലത്ത് എരിക്ക് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ വെള്ള എരിക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. പിന്നെ നമുക്ക് എപ്പിസോഡ് 2 എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവിടെ അമ്മാമ്മയും അനിയത്തിമാരും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അതായത് കോയമ്പത്തൂർ സ്റ്റൈലിൽ ഒരു ബിരിയാണി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ശരി, ഓക്കെ.